കേരളത്തിൽ ഈ ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ സംഘടനകളൊക്കെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം, ഇന്ത്യ മുഴുവൻ ഉണ്ട്. പക്ഷേ കേരളത്തിൽ അത് വളരെയധികം കേട്ടിട്ടുണ്ട്. ഈ കൂടുതലും സഹായിക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രൂപ്പുകളോ ഒക്കെ തന്നെ അത്തരമുള്ള സഹായങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇവരിതിനെ മുതലെടുക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപറ്റം ക്രൈസ്തവ വർഗീയത തലയ്ക്ക് പിടിച്ച ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ രണ്ട് തരം ക്രിസ്ത്യാനികളുണ്ട്. ദേശീയ ബോധമുള്ള, നമുക്ക് രാജ്യമാണ് പ്രധാനം, ഏറ്റവും വലിയ ഭീഷണി ഈ ക്രൈസ്തവ സഭയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അവരുടെ എണ്ണം തീരെ ചെറുതല്ല. അവർക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ബഹളത്തോടൊക്കെ പരമപുച്ഛമാണ്. കാരണം ഇത് മതപരിവർത്തനത്തിന് വേണ്ടി ആസൂത്രിതമായി നടന്നൊരു നീക്കമാണെന്ന് ക്രൈസ്തവർ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അവർക്കറിയാം ഇവരൊക്കെ അച്ഛന്മാരൊക്കെ എന്ത് ബഹളം വെച്ചാലും തുള്ളാനൊന്നും പോകത്തില്ല. എന്നിട്ട് ഈ മറ്റേ കൂട്ടരുണ്ടല്ലോ, അതായത് ഞങ്ങൾ പട്ടിണിക്കാരെ വിശപ്പ് മാറ്റുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ തൊലഞ്ഞു പോയനെ എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ. രണ്ട് കാര്യമാവുന്നു. ഒന്ന്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, ശരിയാ. ഞങ്ങൾ സഹായിക്കുമ്പോൾ അവർ അനാഥാലയത്തിൽ കുട്ടികളെ വളർത്തുന്നു, എല്ലാം നോക്കുന്നു, എന്നിട്ട് വൈകിട്ട് വായിക്കും, ഞങ്ങൾ പിന്നെ ബൈബിൾ വായിക്കാൻ കൊടുക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര ജാതിയല്ലേ. ജാതിയുടെ കാര്യം പറയുമ്പോൾ ക്രൈസ്തവ സഭയിലെ ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അത് നമ്മൾ തൽക്കാലം പറയുന്നില്ല. ഏതായാലും മറ്റേ ചോദ്യം ഉണ്ടല്ലോ, ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യരും സംഘടനകളും ഒത്തിരി ആശ്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ട് എന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഏതാണ്ട് ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ വിശദമായിട്ട് ഞാൻ പറയാം. അതായത് രണ്ട് തരം ആളുകളുണ്ട്. ഹിന്ദു സംഘടനകളുണ്ട്, ഹിന്ദു വ്യക്തികളുണ്ട്. ഇവർ ഇന്ത്യയിൽ ഓരോ വർഷവും നടത്തുന്ന ചാരിറ്റിയുടെ ഒരു കണക്കുണ്ട്. അതായത് ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ ഒരു വർഷം 8000 കോടി രൂപ ചാരിറ്റി പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്നുണ്ടെന്നാണ് കണക്ക്. അത് ഹിന്ദുക്കളുടെ പൈസയാണ്, ഇവിടെ തന്നെ ഉണ്ടാകുന്ന പൈസയാണ്. ലോകത്തിലെ ഒരു രാജ്യവും അയച്ചു കൊടുക്കുന്ന പൈസയല്ല. സ്വയം സംഘടനകൾ, ഹിന്ദുക്കൾ ഈ ആത്മീയ സംഘടനകൾക്ക് കൊടുക്കുന്ന പണത്തിൽ നിന്ന് 8000 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു വർഷം ഹൈന്ദവ സംഘടനകൾ നടത്തുന്നുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, അവരൊരു വർഷം ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് 3000 കോടി രൂപയാണ്. അപ്പോൾ 8000 കോടിയും 3000 കോടിയും ചേർത്താൽ 11000 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹിന്ദു വ്യക്തികളും ഹിന്ദു സംഘടനകളും നടത്തുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. അത്രയേ ഉള്ളൂ കേട്ടോ, 11000 കോടി. അതിനുള്ള ശേഷിയുള്ളൂ. കാരണം അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലും നിന്നൊന്നും കാശ് വരുന്നില്ല. ഇവിടുത്തെ സാധുക്കളായ ഹിന്ദുക്കൾ അവരുടെ കുടുക്കയിലിട്ട് അല്ലെങ്കിൽ സമ്പാദ്യപ്പെട്ടികളിൽ ഇട്ട് കൊടുക്കുന്ന പണം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് ഈ സേവന പ്രവർത്തനങ്ങൾ ഹിന്ദു സംഘടനകൾ നടത്തുന്നത്. ഹിന്ദു വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ വ്യവസായമൊക്കെ നടത്തിയിട്ട് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ചാരിറ്റിക്ക് മാറ്റിവെക്കാണ്. ഞാൻ അതിൻ്റെ കണക്കിലേക്ക് വരാം. അപ്പോൾ ഇത് മറ്റൊന്നുണ്ട്, പക്ഷേ ഇത് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നിട്ട് നമ്മളാരും അറിയുന്നില്ലല്ലോ എന്നായിരിക്കും. ശരിയാണ്, 100 രൂപ മുടക്കിയിട്ട് 10000 രൂപയുടെ പരസ്യം ചെയ്യാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മുടക്കുന്ന 100 രൂപയാണെങ്കിൽ നിങ്ങൾ 10000 രൂപയുടെ പരസ്യം ചെയ്യും. അതിലൂടെ ബാക്കിയുള്ള ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന 10 സംഘടനകളുടെ ലിസ്റ്റ് എടുത്തു, ടോപ്പ് 10. അത് ഓരോന്നായിട്ടൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ് ഓരോന്നിൻ്റെ എമൗണ്ടും വായിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ചാരിറ്റി ഇന്ത്യയിൽ നടത്തുന്ന ഹിന്ദു സംഘടന, ഒരു ഹിന്ദു സംഘടന നമ്പർ 1 ആരാണെന്നറിയാമോ? സ്വാമി പ്രഭുപാദ നയിക്കുന്ന അക്ഷയ പത്ര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്കോൺ, ബാംഗ്ലൂർ ഇസ്കോൺ. ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തൽ 1ാം സ്ഥാനം അവർക്കാണ്. രണ്ടാമത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാമകൃഷ്ണ മിഷൻ. 3ാമത് ആരെന്നറിയോ? നമ്മുടെ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ. 4ാമത്തത് കോയമ്പത്തൂരുള്ള സദ്ഗുരുവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ. 5ാം സ്ഥാനത്താണ് സത്യസായി സേവാ ഓർഗനൈസേഷൻ, പുട്ടപ്പർത്തി എതിർകരിച്ചുള്ള സത്യസായി ബാബയുടെ. ഇനി 6ാം സ്ഥാനത്ത്, ദോഷം പറയല്ലോ, പക്ഷെ പ്രചാരണത്തിൽ 1ാമത് നിൽക്കുന്നവരാണ് 6ാം സ്ഥാനത്ത്, മിഷണറീസ് ഓഫ് ചാരിറ്റി, അതായത് മദർ തെരേസയുടെ. അപ്പോൾ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പേരാണ് ആദ്യം പറയുക. പക്ഷെ അവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തേ ഉള്ളൂ. പക്ഷേ പ്രചാരണത്തിൽ 1ാം സ്ഥാനത്ത്. ഞാൻ പറഞ്ഞ 100 രൂപയും 10000 രൂപയും 100 രൂപയുടെ കാര്യം ചെയ്തിട്ട്
10,000 രൂപയുടെ പ്രചാരണം നടത്തും. അതുകൊണ്ട് ആണ് ഈ 5 സംഘടനകളുടെ താഴെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറേ അലിഗേഷൻസ് ഉണ്ട്, വളരെ വിശദമായി പറയാനുണ്ട്, തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ മുറിവിൽ മുളക് തേക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇത് തീർന്നില്ല. അടുത്തത് BAPS സ്വാമി നാരായൺ സംസ്ഥ. കേട്ടിട്ടുണ്ടോ? BAPS എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അമേരിക്കയിൽ BAPS നടത്തുന്നത്. സ്വാമിനാരായണൻ ക്ഷേത്രം മോദിയൊക്കെ പോയിരുന്നില്ല. അവർ ആണ് 7ാം സ്ഥാനത്ത്. അവർക്ക് ഇന്ത്യയിലും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇനി 7ാം സ്ഥാനത്ത് കുറ്റം പറയരുത്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ, ജമായത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ. 9ാം സ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്വാമി ചിന്മയാനന്ദൻ്റെ ചിന്മയ മിഷനാണ്. 10ാം സ്ഥാനത്ത് നമുക്കെല്ലാം അറിയാവുന്ന രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ള ബ്രഹ്മകുമാരീസ്. ഇതാണ് ഇന്ത്യയിലെ ചാരിറ്റി നടത്തുന്നതിൽ ടോപ്പ് 10ൽ നിൽക്കുന്നത്. അതിൽ 2 എണ്ണം ഒഴികെ ബാക്കി 8ഉം ഹിന്ദു സംഘടനകളാണ്. അപ്പോൾ ചാരിറ്റി രംഗത്ത് ഞങ്ങളാണ് മുന്നിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പൊള്ളത്തരം വ്യക്തമായല്ലോ. ഇനി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 3000 കോടി ഇന്ത്യയിലെ വ്യക്തികൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് പറയാം. ഈ രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന്. ഒന്ന്, ശിവനാടാർ ആൻഡ് ഫാമിലി. അവരുടെ സംഭാവന കഴിഞ്ഞ വർഷം എത്രയാണെന്നറിയാമോ? ഹിന്ദു കുടുംബമാണേ, 2042 കോടി രൂപ ചാരിറ്റി. രണ്ടാമത്തെ അസിം പ്രേംജി ആൻഡ് കമ്പനി അസിം പ്രേംജി ആൻഡ് ഫാമിലി 1774 കോടി. അസിം പ്രേംജിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ മുസ്ലിമാണെന്ന് പറയാം. പക്ഷേ ആ മുസ്ലിം അല്ല അദ്ദേഹം, ഇസ്മൈലി ഷിയ മുസ്ലിമാണ്. ഷിയ മുസ്ലിമും അല്ല, സുന്നി മുസ്ലിമും അല്ല, ഇസ്മൈലി ഷിയ മുസ്ലിമാണ്. അഹമ്മദിയ മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ കണ്ട അഹമ്മദിയുടെ തലവട്ടണം എന്നാണ് പറയുന്നത്. 3ാം സ്ഥാനത്ത് മുകേഷ് അംബാനി ആൻഡ് ഫാമിലി 376 കോടി രൂപ, ഹിന്ദുവാണ്. 4ാം സ്ഥാനത്ത് നിഖിൽ കമ്മത്ത് ആൻഡ് നിതിൻ 110 കോടി രൂപ. 5ാം സ്ഥാനത്ത് ഗൗതം അദാനി ആൻഡ് ഫാമിലി 285 കോടി രൂപ. 6ാം സ്ഥാനത്ത് നന്ദൻ നിഖേലി 189 കോടി രൂപ. അടുത്തത് സൈറസ് ആൻഡ് അദാർ പൂനാവാല, അവർ 179 കോടി രൂപ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു. അത് പാഴ്സി കമ്പനിയാണ്. പിന്നെയുള്ളത് റോഹിണി നിലേക്കനി 170 കോടി രൂപ, ഹിന്ദുവാണ്. അനിൽ അഗർവാൾ ആൻഡ് ഫാമിലി 241 കോടി രൂപ, ഹിന്ദുവാണ്. സുസ്മിത ആൻഡ് സുബ്രതോ ബാജി 179 കോടി, ഹിന്ദു കുടുംബമാണ്. അപ്പോൾ അതിനകത്ത് എത്ര ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്? ചാരിറ്റി രംഗത്ത് ടോപ്പ് 10ൽ എത്ര ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്? എത്ര മുസ്ലിം കുടുംബങ്ങളുണ്ട്? നമ്മൾ ഒരുപാട് പേരുടെ പേര് കൊടുക്കുന്നല്ലോ. ജീവകാരുണ്യത്തിൻ്റെ പ്രതീകമായ മഹാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു മഹാൻ്റെയും പേര് കണ്ടില്ലല്ലോ. ഈ ചാരിറ്റി നടത്തുന്ന ടോപ്പ് 10ൽ ഒരു പാഴ്സിയുണ്ട്, ഒരു ഇസ്മൈലി ഷിയ മുസ്ലിമുണ്ട്. ബാക്കിയുള്ളവരെവിടെയാണ് സാർ? ഇനി തീർന്നില്ല. ഇനി അടുത്ത കണക്ക് നമുക്ക് സംഘടനകളെടുക്കാം. സംഘടനകളുടെ കണക്കെടുത്താൽ എൻ്റെ പക്കലൊരു 19 സംഘടനകൾ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്കുണ്ട്. ഒന്ന്, ശ്രീ സായിബാബ സൻസ്ഥാൻ ട്രസ്റ്റ് ഷിർദി മുംബൈ ഷിർദിയിലുള്ളത്. അവർ 900 കോടി രൂപ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് പുട്ടപ്പർത്തി 200 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി മഠ് അറിയാമല്ലോ, 100 കോടി രൂപ. യോഗക്ഷേം പതഞ്ജലി സേവാ ട്രസ്റ്റ് ബാബ രാംദേവിൻ്റെ 30 കോടി രൂപ. തിരുപ്പതി ദേവസ്ഥാനം 5000 കോടി രൂപ. ചീഫ് കൽസ ദിവാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സിഖ് ട്രസ്റ്റാണ് 150 കോടി രൂപ. സിഖ് മതവും ഹിന്ദു മതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള മതമാണ്. ഹിന്ദു മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് സിഖ് മതം രൂപം കൊള്ളുന്നത്. സായി സേവാ സംഘ് 50 കോടി രൂപ. വേരിയസ് സായിബാബ ടെമ്പിൾസ് 100 കോടി രൂപ. TTDs ശ്രിവാണി ട്രസ്റ്റ് 650 കോടി രൂപ. പ്രശാന്തി നിലയം ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ 200 കോടി രൂപ.
അമൃതാനന്ദമയി മഠം വീണ്ടും വന്നിട്ടുണ്ട്. റിലീഫ് പ്രൊജക്റ്റുകൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 100 കോടി രൂപ. വേറെ സെൽവാലയാസ് ഡിസ്റ്റിറ്റ്യൂട്ട് ഹോംസ് ആൻഡ് സ്കൂൾസ് 75 കോടി രൂപ. TTD ഹോസ്പിറ്റൽസ് ആൻഡ് സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് 200 കോടി രൂപ. സായി ട്രസ്റ്റ് പ്രസാദാലയ ആൻഡ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് 400 കോടി രൂപ. അമ്മാസ് ഗംഗാ സാനിറ്റേഷൻ ABC കാമ്പയിൻ, അമ്മയുടെ പദ്ധതിയാണ്, അതിനുവേണ്ടി 100 കോടി രൂപ. ഇഷ ഫൗണ്ടേഷൻ നമ്മുടെ കോയമ്പത്തൂർ സദ്ഗുരുവിൻ്റെ 100 കോടി രൂപ. BAPS ചാരിറ്റീസ് 150 കോടി രൂപ. ഇനി ചർച്ചസ് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന പേരിൽ ക്രിസ്ത്യൻ സംഘടനയുടെ പേരുണ്ട് ഈ 19 19ാം സ്ഥാനത്തായിട്ട്. അത് 50 കോടി രൂപ. ഇതാണ് ചാരിറ്റി സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിൽ അടങ്ങിയിട്ടുള്ള ലഭ്യമാകുന്ന വിവരം. അപ്പോൾ പറയൂ, ചാരിറ്റി രംഗത്ത് കണക്ക് കാണിച്ച്, അല്ല ക്രൈസ്തവ സഭ ആകെ 50 കോടി ചിലവഴിക്കുന്നുള്ളൂ എന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല. 50 കോടിയൊന്നുമല്ല, പക്ഷെ കണക്കുള്ള പണം ചിലവഴിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 50 കോടി മാത്രമേ ക്രൈസ്തവ സഭ സ്ഥാപനങ്ങൾ ഇങ്ങനെ ചിലവഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ? ശരിക്കും പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഒരു പ്രചാരം വളരെ വലുതല്ലേ, അതിൻ്റെ 3 ഇരട്ടി. അല്ല, 50 കോടി അല്ല സിനു. എന്തുകൊണ്ടാണ് 50 കോടി മാത്രം കാണിക്കുന്നതെന്നാണ് ചോദ്യം. അത് കണക്കിൽ കാണിക്കുന്ന പണമായിരിക്കണം. കണക്കിൽ കാണിക്കാതെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 50 കോടി, ഇന്ത്യയിലൊരു 5000 കോടി രൂപയുടെ പ്രവർത്തനങ്ങളെങ്കിലും ക്രൈസ്തവ സഭകൾ നടത്തുന്നുണ്ട് അവരുടെ അവകാശവാദം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ആ പണം എവിടുന്ന? സ്വന്തം നാട്ടിൽ സോഴ്സ് എവിടുന്ന? ഇതാണ് വലിയ പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പറഞ്ഞവരെല്ലാം കൃത്യമായി തുക പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ നെറ്റ്വർക്കുള്ള 100 കണക്കിന് സുവിശേഷ വേല ചെയ്യുന്ന ആളുകളുള്ള സഭയുടെ കണക്കിൽ കാണുന്ന 50 കോടി രൂപയാണ്. ബാക്കി പണം എവിടെ? 50 കോടിയൊന്നും അല്ല സഭ ചെലവഴിക്കുന്നത്, ഒരു തർക്കമില്ല. ബാക്കി എവിടെ? ബാക്കി കണക്കെവിടെ? അതൊരു വലിയ ചോദ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.